ഇതിപ്പോ 1000 കാച്ചി എന്നുള്ള വെറൈറ്റി ആണ്. 1000 കാച്ചിന്റെ തൈയാണ് ഇപ്പൊ കാണുന്ന ഈ തേങ്ങ. ഇതാണെങ്കിൽ ശ്രീലങ്കന്റെ ഏറ്റവും വലിയ തേങ്ങയും ഇത് ഏറ്റവും ചെറിയ തേങ്ങയും. ഈ ശ്രീലങ്കന്റെ തേങ്ങ ഇപ്പൊ നമ്മൾ തൂക്കിയില്ല 3,200 ഈ തൂക്കം വന്നത്. ഇപ്പൊ ഇതിപ്പോ ഞാൻ നോക്കാം, ഒന്ന് നമ്മൾ വെളിയിട്ടോ നോക്കാലോ. ഇപ്പൊ ഇതിന്റെ ഒരു കണ്ട ഈ തേങ്ങന്റെ സൈസ് കണ്ടില്ലേ? D*T എന്നുള്ള വെറൈറ്റിയാണ്. D*T എന്നുള്ള വെറൈറ്റി നമുക്ക് ഈ തൈ നടുകയാണെങ്കിൽ ഒരു 2.5-3 വർഷം കൊണ്ടൊക്കെ പൂക്കില വന്നു തുടങ്ങുന്ന നല്ല പ്രതിരോധ ശേഷിയൊക്കെ കൂടിയ തെങ്ങാണ് D*T. നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ്. ഇതാണ് കുറ്റ്യാടി എന്നറിയപ്പെടുന്ന തെങ്ങ്. കുറ്റ്യാടി ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച തെങ്ങാണ് കുറ്റ്യാടി എന്നറിയപ്പെടുന്ന തെങ്ങ്. കുറ്റ്യാടി തെങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എണ്ണന്റെ കണ്ടന്റ് കൂടുതലുണ്ടാവും. എണ്ണന്റെ കണ്ടും പിന്നെ ഉൾക്കാമ്പ് കൂടുതലുണ്ടാവും. കാമ്പ് കൂടുതലുള്ള പിന്നെ ചരിക്ക് കനം കുറഞ്ഞ തെങ്ങാണ്. പിന്നെ നല്ല അത്യാവശ്യം നല്ല തൂക്കം വരുന്ന. പിന്നെ ഞാൻ എത്തിയുള്ളത് കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ നമ്മളിന്ന് കാണിക്കുന്നത് തെങ്ങിൻ തൈകളുടെ വെറൈറ്റീസാണ്. ഈ എല്ലാ തെങ്ങിൻ തൈകളുടെ വെറൈറ്റീസും നമ്മൾ കായഫലം വരുന്ന റിസൾട്ട് വരുന്ന തെങ്ങിൻ തൈകൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ലൊക്കേഷനിലൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക. തെങ്ങിൻ തൈകൾ മാത്രമല്ല ഇവിടെ കവുങ്ങൻ തൈകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം ഇവിടെ ലഭ്യമാണ്. ഈ നഴ്സറിയിൽ ഇനി ഇല്ലാത്ത ഒരു സാധനമില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മുടെ കരിയമ്പായി ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ബോസ് കരിയമ്പായി ഉണ്ട്. അവിടെ കരിയമ്പായിനൊന്ന് പരിചയപ്പെടാം. ലൊക്കേഷൻ കാസർഗോഡ് ജില്ലയില് കുറ്റിക്കോൽ പഞ്ചായത്തിൽ കാവുങ്ങാൽ. എൻ്റെ വീടിന്റെ സ്ഥലം കാവുങ്ങാൽ. നമ്മുടെ നഴ്സറിന്റെ പേരോ? നഴ്സർ സെഞ്ചുറി അഗ്രോ ഫാം. സെഞ്ചുറി അഗ്രോ ഫാം ആണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ സൈറ്റിൽ ചെയ്യുന്നത് നമ്മളിപ്പോ തെങ്ങിൻ തൈകളാണ് മെയിൻ ആയി ചെയ്യുന്നത്. തെങ്ങിൻ തൈകൾ ഇവിടെ തെങ്ങിൻ തൈകൾ നമ്മൾ പിന്നെ ഇതിപ്പോ ഈ തെങ്ങിൻ തൈ ആണെങ്കിൽ ശ്രീലങ്കൻ തെങ്ങാണ്. അതുപോലെ തന്നെ 1000 കാച്ചി എന്നുള്ള ഇനമുണ്ട്. കുറ്റ്യാടി ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല തെങ്ങായ കുറ്റ്യാടി തെങ്ങുണ്ട്. കുറ്റ്യാടി തെങ്ങിന്റെ പച്ച തെങ്ങുണ്ട്, മറ്റേ നാടൻ തെങ്ങും. പച്ചയും പിന്നെ ആ ഒരു ചന്ദന കളറുള്ള അതും. പച്ച തെങ്ങ് പിന്നെ തേങ്ങന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വെള്ളത്തിന്റെ കണ്ടന്റ് കുറച്ച് വെള്ളം കൂടുതലുണ്ടാവും. വെള്ളം നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങാണ്. ഇതിപ്പോ പിന്നെ ഇത് ശ്രീലങ്കൻ തെങ്ങാണ്. ശ്രീലങ്കൻ തെങ്ങ് ഞാനിപ്പോ കാണിക്കാം. ഇതിപ്പോ ഇതൊരു ഉണ്ടല്ലേ, ഇതിപ്പോ ഈ തെങ്ങുണ്ടല്ലോ, ഇപ്പൊ ഒരു ഇടയിൽ അടുത്ത് നോക്കാപ്പോ ഇതിപ്പോ ഈ തെങ്ങുണ്ടല്ലോ, ഇതാ നമുക്കിപ്പോ പിന്നെ നല്ല സൈസുള്ള അല്ലേ, ഇതാണ് ശ്രീലങ്കൻ തെങ്ങ്. നല്ല വലിയ തേങ്ങയാണ്. ഏകദേശം പിന്നെ 1 കിലോ മുതൽ 2 കിലോ വരെ വരുന്ന തേങ്ങ നല്ല സൈസുള്ള പിന്നെ ഇതാണ് ശ്രീലങ്കന്റെ നല്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത ഗുണം എന്ന് പറഞ്ഞാൽ ഈ ചെല്ലി കുത്തുണ്ടാവില്ല. ഇതിന്റെ ഈ കൂമ്പിനും പിന്നെ ഈ മണ്ടക്കെല്ലാം ഇത് കുറവായതുകൊണ്ട് പിന്നെ മധുരം കുറവായതുകൊണ്ട് ചെല്ലി കുത്തിന്റെ ശല്യം നന്ന കുറവാണ്. ചെല്ലി നല്ല സൈസുള്ള വലിയ തേങ്ങയാണ്. പിന്നെ ഒരു കായ്ക്കാൻ ഒരു 4 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട്. നമ്മൾ ഈ സൈസ് കൊണ്ടുവച്ചാൽ മതി. ഈ സൈസ് കൊണ്ടുവച്ചാൽ ഒരു 4 വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്ച്ചു കിട്ടുന്ന തെങ്ങാണ്. നല്ല സൈസുള്ള തെങ്ങ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നഴ്സറികൾക്ക് വേണമെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്, സാധനം ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഒറിജിനൽ സാധനമാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. നല്ല സൈസുള്ള വലിയ തേങ്ങ. ഇത് തൂക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോന്റെ മുകളിൽ ഉണ്ടാവും. ഇത് തേങ്ങ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൂക്കാം. അപ്പം പോയി ഇതിപ്പോ നല്ല ശ്രീലങ്കന്റെ ഇപ്പൊ ഞാൻ എടുത്ത തൈയാണ് ശ്രീലങ്കന്റെ തെങ്ങ്. ഇതാണ്ടല്ലോ ഇതിപ്പോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ ഇതാ 3,197 അതിന്റെ വെയിറ്റ്. എന്നാൽ ഇതിന് ഈ വെയിറ്റ് തന്നെ ഏകദേശം 2 കിലോന്റെ അടുത്ത് 2 കിലോന്റെ മുകളിൽ ഉണ്ടാവും ഇതിന്റെ തേങ്ങ തന്നെ. ഇതിന്റെ ഈ പുറം തൊട്ടുണ്ടല്ലോ ഈ ചെപ്പ് നിറഞ്ഞതാണ്, അത് നന്ന കുറവാണ്. ഇത് ശ്രീലങ്കന്റെ അത് വലിയ തേങ്ങയാണ്. നമുക്ക് നല്ല സൈസുള്ള വലിയ തേങ്ങയാണ്. ഇപ്പൊ ഇതാണ് ഇപ്പൊ വലിയ ഐറ്റം ഒന്നും ഇല്ലാത്തത്. എത്ര കഴിഞ്ഞാലും കൂടിയാലും ഒരു പിന്നെ അല്ല, ഇത് കുറച്ച് ഭാഗമല്ലോ, കുറച്ച് ഭാഗമേ ഉള്ളൂ. വെയിറ്റ് കൂടുതലും നമുക്ക് തേങ്ങയ്ക്കാണ്. നല്ല സൈസുള്ള വലിയ തേങ്ങയാണ്. നമുക്ക് പിന്നെ ഒരു വീട്ടിൽ ഒരു തൈയെങ്കിലും വെച്ചുണ്ടാക്കേണ്ട സാധനമാണ് ശ്രീലങ്കൻ തെങ്ങ്. എത്ര തെങ്ങ് വേണമെങ്കിലും ഞങ്ങൾ കേരളത്തിന്റെ 14 ജില്ലയിലും ആവശ്യക്കാരുടെ വീടുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു 5 തൈയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു 1-2 തൈ ആണെങ്കിൽ ഞങ്ങൾ DTDC കൊറിയർ ചാനൽ വഴി അയക്കാം. ഓക്കെ, ഇതിപ്പോ ശരിക്കും ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും അല്ലേ? ഇതിന്റെ കാമ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള കാമ്പാണ്. നല്ല സൈസ് ഉണ്ട്, നല്ല ഉൾക്കാമ്പ് നല്ല സൈസ് ഉണ്ട്, വെള്ളം ഉണ്ടാവും. അപ്പൊ നല്ലൊരു വെറൈറ്റി ആണിത്. നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിൽ 1-2 തൈ നിർബന്ധമായിട്ട് വെച്ചുണ്ടാക്കേണ്ട, സ്ഥലം പരിമിതി ഉള്ള ആൾക്കാർ വെച്ചുണ്ടാക്കേണ്ട സാധനം. ഒരു തേങ്ങ പിന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 4-5 പിന്നെ ആളുള്ള ഒരു വീട്ടിലേക്ക് ഒരു 2 ദിവസത്തേക്കുള്ള സാധനം ഇതിനുണ്ടാവും അല്ലേ? ഒരു ദിവസം എങ്ങനെ ഉണ്ടാവും. ഇത് പിന്നെ കുറ്റ്യാടി എന്നുള്ള വെറൈറ്റിയാണ്. കുറ്റ്യാടിന്റെ പച്ചത്തെങ്ങാണ്. പച്ചത്തെങ്ങ കണ്ടേ, ഇതാ തൈ കണ്ടിനെ, നല്ല ചുവടക്ക നല്ല കനമുള്ള നല്ല ഉഷിരുള്ള തൈയാണ്
കുറ്റിയാടിൻ്റെ പച്ച തൈയാണ്. നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല തെങ്ങാണ് ഈ കുറ്റിയാടി തെങ്ങ് എന്നറിയപ്പെടുന്നത്. കുറ്റിയാടി ഭാഗങ്ങളിൽ പിന്നെ വലിയ പിന്നെ കുന്നും പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന തെങ്ങാണ് ഈ കുറ്റിയാടി പച്ച എന്നുള്ള തെങ്ങ്. ഈ കുറ്റിയാടി പച്ചൻ്റെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടാവും. മറ്റേ സാധാരണ കുറ്റിയാടിനേക്കാളും വെള്ളം കൂടുതലുണ്ടാവും ഇതിൽ. പിന്നെ നല്ല സൈസുള്ള തേങ്ങയാണ്. അതിന് തേങ്ങക്കും തൂക്കം നല്ല വരുന്നുണ്ട്. കായ്ക്കാൻ ഒരു 4 വർഷമാവും. 3.5-4 വർഷം 5 വർഷമൊക്കെ നല്ല പരിചരണം കൊടുക്കാൻ പറ്റുമെങ്കിൽ 4 വർഷം കൊണ്ടൊക്കെ കായ്ച്ചു കിട്ടുന്നുണ്ട്. ഈ ഒരു സൈസിനൊന്നും ഇനി 4 വർഷമാവും. ഈ സൈസിൽ നിന്ന് ഇപ്പോൾ 4 വർഷമാവും കായ്ക്കാൻ. അത് നമുക്ക് നനയില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന തെങ്ങാണ് ഇത്. ഈ കുറ്റിയാടി തെങ്ങ് എന്ന് പറഞ്ഞാൽ നന വേണമെന്നില്ല. നനയില്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 4 വർഷം കൊണ്ടൊക്കെ കായ്ച്ചു കിട്ടുന്ന തെങ്ങാണ് ഈ കുറ്റിയാടിൻ്റെ തെങ്ങാണ്. ഈ കുറ്റിയാടി പച്ചയാണ്. ഇതിൽ മറ്റേ ചന്ദന കളറിലുള്ള സാധനം വേറെ ഉണ്ട്. ഇത് കുറ്റിയാടി ഒറിജിനൽ അല്ലേ? ഇത് ഒറിജിനൽ കുറ്റിയാടി സാധനമാണ്. കുറ്റിയാടിൻ്റെ ഒറിജിനൽ സാധനമാണ്. നമുക്ക് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ 4 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. ഏറ്റവും അധികം പിന്നെ ആദായം തരുന്ന നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ്. ഒരു 100 വർഷമൊക്കെ നിൽക്കുക. ഈ കുറ്റിയാടി നാടൻ വെറൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 60-70 വരെ 100 വർഷം വരെ നിൽക്കുന്ന തെങ്ങാണ്. നമ്മൾ ഇന്നൊരു 4 തലമുറക്ക് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന എൻ്റെ തോട്ടം എൻ്റെ ഉപ്പ വെച്ചതാണ്, എൻ്റെ പാപ്പ വെച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മകനാണ് അവർ 4 തലമുറ നമുക്ക് ഇതുപോലത്തെ തെങ്ങൾ വെച്ചാണ് 4 തലമുറ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. 4 തലമുറ അനുഭവിക്കാൻ പറ്റും. അത്ര നല്ല തെങ്ങാണ് ഈ പൂച്ച. ഇതൊക്കെ ഞങ്ങൾ ആവശ്യക്കാരന് ഒരു തൈയാണ്. നിങ്ങൾ കൂടുതലൊന്നും വാങ്ങിക്കണം, ഒറ്റ തൈ വാങ്ങിച്ചോളൂ. ഈ 4 വർഷം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ പോലെ പെട്ടെന്ന് നാളുകളിങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയാൽ നല്ല സാധനങ്ങളാണ് നിങ്ങൾക്ക്. പിന്നെ അതല്ല ഇത് നല്ല തെങ്ങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തൈകൾ തന്നെ നമ്മൾ നല്ല ഉശിരുള്ള നല്ല ചോടൊക്കെ നല്ല കനമുള്ള അടിപൊളി തൈകളുണ്ട്. ആവശ്യക്കാരൻ്റെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ക റിസൾട്ട് വരുന്നുള്ള കാര്യം ഉറപ്പല്ലേ? റിസൾട്ട് ഉള്ള സാധനമേ കൊടുക്കൂ, അല്ലാതെ റിസൾട്ട് ഇല്ലാത്ത സാധനം കൊടുക്കൂല. എന്ത് സംശയം ഉണ്ടെങ്കിലും കരിയാക്കൻ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഏത് സംശയമുണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോളൂ. എല്ലാം ഇതിപ്പോൾ ഞങ്ങൾ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. ഹോൾസെയിൽ റീറ്റെയിൽ ഇപ്പോൾ നഴ്സറികളിലേക്കൊക്കെ ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ തെങ്ങ് തൈകളൊക്കെ നഴ്സറികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിന് ഞങ്ങൾക്ക് അവർക്ക് അത്യാവശ്യം മാർജിൻ എടുത്ത് വിൽക്കാൻ പറ്റുന്ന മാതിരിയുള്ള റേറ്റാക്കി ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അത് ഇങ്ങനെയല്ല. അതിപ്പോൾ നിങ്ങൾ കാസർഗോഡാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ കാസർഗോഡ് നമ്മൾ വിളിക്കാൻ മടിക്കും. എന്നാൽ അവരുണ്ടാവുക തിരുവനന്തപുരത്താണ്. കാസർഗോഡ് ഞങ്ങളെ വണ്ടിയുണ്ട്. ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങൾ പിന്നെ ദിവസവും ഇപ്പം എൻ്റെ വണ്ടി തിരുവനന്തപുരം ഭാഗത്ത് കൊല്ലത്തുണ്ട്. പിന്നെ നമ്മളെ വണ്ടി സാധനം കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വണ്ടി 2 ദിവസം ഞാൻ വീട്ടിലെത്തോണ്ട് ഉടനെ പുതിയ റോഡ് ഒരു 4000 കവുങ്ങും തൈൻ്റെ ഓർഡർ വരുമ്പോൾ ഞങ്ങൾ വണ്ടിയായിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ തെങ്ങും തൈയൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് എല്ലാ പല വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളും ഞങ്ങൾ മടിക്കണമെന്നില്ല. നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. ഇപ്പൊ നമുക്ക് ഈ തെങ്ങിൻ തൈകളെ കൊണ്ട് വെച്ചിട്ട് പരിചരണം അറിയാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിന്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ നിങ്ങൾ നമ്പർ വിളിച്ചാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെ പിന്നെ ഞങ്ങൾ സംശയങ്ങളെല്ലാം നിങ്ങൾ വാട്സപ്പ് വഴി അറിയിച്ചു കൊടുക്കുന്നുണ്ട്, എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് നടുമ്പോൾ ഈ തൈയൊക്കെ ആണെങ്കിലേ ഒരു 25 അടി ദൂരം നടണം. 25 അടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8.5 മീറ്റർ. പിന്നെ നമ്മൾ പിന്നെ ഹൈബ്രിഡ് തെങ്ങുകളൊക്കെ ആണെങ്കിൽ 6.5 മീറ്റർ 6-7 മീറ്റർ വേണം. ഇതാണെങ്കിൽ ഒരു 8.5 മീറ്റർ. അത്ര ഡിസ്റ്റൻസ് വേണം നടും. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. നല്ല സൂര്യപ്രകാശം. കുഴി എന്നാണെങ്കിൽ ഒരു 1 മീറ്റർ കുഴിയും ഒരു 1.25 മീറ്റർ നീളം വീതിയിലെ കുഴി എടുത്ത് സെൻറ്ററിൽ നല്ലൊരു കളക്കുഴിയൊക്കെ കുഴിച്ചിട്ട് ഒരു കൊട്ട ആട്ടും കാശുവലം ചാണം പൊടിയും 1 കിലോ എല്ലുപൊടി 1 കിലോ വേപ്പ് ഉണ്ണാക്കി ഇട്ട് നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പച്ചിലകളൊക്കെ ഇടുക. ആദ്യത്തെ വർഷം ഒരു വെയിൽ മറയും കൂടി കൊടുക്കുക. ഞങ്ങൾ ഈ തെക്കമ്പയിൽ എന്ന് പറയും. തെക്കമ്പയിൽ ആദ്യത്തെ വർഷം കൊള്ളാതെ മാറി ഒരു വെയിൽ മറയും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഇപ്പം നടുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊന്നും നനവണമെന്നില്ല. ഈ കുറ്റിയാടി തൈകൾക്കൊക്കെ ഇനിയിപ്പോൾ ഈ മാസം അടുത്ത മാസം ലാസ്റ്റ് വരെ നമുക്ക് നടുകയാണെങ്കിൽ ഈ ലാസ്റ്റത്തെ 1-2 മഴ കിട്ടിയാൽ നമുക്ക് ഈ പ്രാവശ്യം നന വേണമെന്നില്ല. നനയും കൂടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ടും വരുന്നുണ്ട്. നനയും കൂടി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തെങ്ങിൻ തൈ ഇപ്പം നിങ്ങൾ ഒരു 9 പിന്നെ 25-26 ഫീറ്റിൽ നടുകയാണെങ്കിൽ 8.5 മീറ്റർ നടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടവേളയായിട്ട് നമുക്ക് എന്തെല്ലോ ചെയ്യാൻ പറ്റും. എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്കോസ്റ്റി നടാൻ പറ്റും, പിന്നെ ഈ കൊക്കോ നടാൻ പറ്റും, കാപ്പി തൈ നട്ടുണ്ടാക്കാൻ പറ്റും, പിന്നെ ഈ കുരുമുളകിൻ്റെ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരു ഇടവേളയായിട്ട് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്ന് കാസർഗോഡ് മാർക്കറ്റിൽ 63 രൂപയുണ്ട്. 1 കിലോ തേങ്ങ കൊണ്ട് കൊടുക്കുമ്പോൾ 63. അത് 80 രൂപ വരെ വന്നിട്ടുണ്ടായിരുന്നു. 80-83 രൂപ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 63 രൂപ കാസർഗോഡ് മാർക്കറ്റിൽ. നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു വീട്ടുമുറ്റ ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും 1-2 തെങ്ങിൻ തൈകളൊക്കെ നമുക്ക് വെച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ പിന്നെ ആവശ്യക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ വിളിച്ചോളൂ. നിങ്ങളെ വീട്ടുമുറ്റത്ത് ഞങ്ങൾക്ക് സാധനം എത്തിക്കാൻ പറ്റും. ഞങ്ങൾ ഒരു തൈയാണെങ്കിൽ പോലും ഞങ്ങൾ DTDC കൊറിയർ വഴി അയക്കുന്നുണ്ട്. DTDC കൊറിയർ വഴി ഞങ്ങൾ പിന്നെ നിങ്ങളെ അഡ്രസ്സ് അയക്കുകയാണെങ്കിൽ
കേരളത്തിൻ്റെ 14 ജില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെ DTDC കൊറിയർ വഴി അയക്കുന്നുണ്ട്. ഒരു 20 തൈ ആണെങ്കിൽ നമ്മൾ അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. വീട്ടിലെത്തിച്ചു ഒരു കൊടുക്കുന്നുണ്ട്. 20 10 ആണെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം. കേരളത്തിൽ പുറത്ത് ചെയ്യുന്നുണ്ടോ? എവിടെയും ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും അവരൊന്നുമില്ല. എവിടെയും ഞങ്ങളിപ്പോൾ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകും വീട്ടിൽ വണ്ടിയിൽ കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ കൊറിയർ വഴി എത്തിക്കുക. ഇപ്പോൾ ഈ തെങ്ങല്ലേ, ഇപ്പോൾ ഒരു ശ്രീലങ്കൻ തെങ്ങ് വേണമെങ്കിൽ ധൈര്യമായിട്ട് തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ നാളെ രാവിലെ വിടാൻ പറ്റും. നാളെ രാവിലെ വിട്ട് കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെ അവിടെ ഒറ്റ ദിവസം മതി. 1-2 ദിവസം കൂടി 1-2 ദിവസം 2 ദിവസം കൊണ്ട് സാധനം നമ്മളെ സൈറ്റിലെത്തും. ഓക്കെ. ഇതൊന്നും പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ 63 രൂപ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ നമ്മളിവിടുത്തെ കച്ചവടക്കാരനെ വിളിച്ച് ചോദിച്ചാൽ 63 രൂപ അവർ പറഞ്ഞു ഇന്നത്തെ റേറ്റ്. അപ്പോൾ തേങ്ങയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ആയി, നല്ല ടോപ്പ് റേറ്റ് ആയി. അത് കർഷകന് അത്യാവശ്യം കാശ് കിട്ടും. അത് വാങ്ങിക്കാൻ പറ്റാത്ത കൃഷിക്കാരനാണ് ഒരു ഉപഭോക്താവുമ്പോൾ നല്ല ഒരു എമൗണ്ട് തേങ്ങക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമമുള്ള കാലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അധികം പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, 1-2 തൈകളെങ്കിലും നമ്മൾ വീട്ടുമുറ്റത്ത് നട്ടുണ്ടാക്കാൻ വേണ്ടി വരും. അത് ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യും. ഇത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ D*T എന്നുള്ള വെറൈറ്റിയാണ്. D*T എന്നുള്ള വെറൈറ്റി നമുക്ക് ഈ തൈ നടുകയാണെങ്കിൽ ഒരു 2.5-3 വർഷം കൊണ്ടൊക്കെ പൂക്കില വന്ന് തുടങ്ങുന്ന നല്ല പ്രതിരോധശേഷിയൊക്കെ കൂടിയ തെങ്ങാണ് D*T. നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ്. D*Tൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കൊലകുത്തി കായ്ക്കും. നല്ല അതിൻ്റെ ഉൾക്കാമ്പ് കൂടുതലാണ്. ഉൾക്കാമ്പ് പിന്നെ ഈ ചെല്ലിക്കുത്തിൻ്റെ അത്ര വലിയ ശല്യമില്ല. ഈ ഗംഗാമോണ്ടത്തിനെ പോലെ അത്ര പെട്ടെന്ന് ശല്യം. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ആഴ്ചക്ക് ഒരു വട്ടമെങ്കിലും നമ്മളൊന്ന് അതിന് കുത്തിയിട്ടുണ്ടോ നോക്കിയിട്ട്, അതിന് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വണ്ടിനൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റുന്ന തെങ്ങാണ് ഈ D*T എന്നുള്ള തെങ്ങാണ്. ഈ D*T തൈകൾ ഇഷ്ടം പോലെ തൈകളുണ്ട് നമ്മളിത്. എവിടെ വേണം കേരളത്തിലെ ആവശ്യക്കാരൻ്റെ വീടുകളിലേക്ക് നമുക്ക് എത്ര തൈ വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം. ഒരു തൈ ആണെങ്കിൽ പോലും നമുക്ക് DTDC കൊറിയർ വഴി അയക്കാൻ പറ്റും. 10 തൈ ആണെങ്കിൽ അവർ നമ്മളെ വീട്ടിലെ എവിടെയാണോ അവരുടെ വീട് അവിടെ കേരളത്തിലെ 14 ജില്ലയിലെ ആവശ്യക്കാരൻ്റെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മലേഷ്യൻ വെറൈറ്റിയാണ്. മലേഷ്യൻ കുള്ളൻ. മലേഷ്യൻ കുള്ളൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു 2-3 വർഷം കൊണ്ടൊക്കെ കായ്ച്ചു കിട്ടുന്ന മലേഷ്യൻ പിന്നെ വെറൈറ്റിയാണ്. നമുക്ക് ഇളനീരിനും തേങ്ങയ്ക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന തെങ്ങാണ് ഈ മലേഷ്യൻ കുള്ളൻ. ഇത് മഞ്ഞ കളറിൻ്റെ ഉണ്ട്, പച്ച കളറിൻ്റെ ഉണ്ട്. ഇത് മലേഷ്യൻ പച്ചയാണ്. ഇതിൽ തന്നെ മലേഷ്യൻ മഞ്ഞയുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു വീട്ടിൽ നട്ടുണ്ടാക്കേണ്ട തെങ്ങിൽപ്പെട്ട സാധനമാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ആദായം തരുന്ന നല്ല നിറഞ്ഞു കായ്ക്കുന്ന തെങ്ങാണ് ഈ മലേഷ്യൻ പച്ചയൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ റിസൾട്ട് വന്നതല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ തെങ്ങ് എല്ലാ തെങ്ങും നമ്മുടെ നാട്ടിൽ റിസൾട്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കൂല, നമ്മൾ നോക്കൂല. നേരെ മറ്റേ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവർ അതിൻ്റെ ആ സമയത്ത് കൃത്യമായ വളങ്ങളൊക്കെ കൃത്യമായി കൊടുക്കും, വെള്ളം കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട്. ഇപ്പം കേരളത്തിലെ പേര് പോലെ മാറ്റേണ്ട ഒരു അവസ്ഥ. അത്രയും പിന്നെ തെങ്ങ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഏറ്റവും അധികം ഇപ്പോൾ തേങ്ങ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിലാണ്. എന്നാൽ തമിഴ്നാട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേപോലെ തൈ കൊണ്ടുകൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ തെങ്ങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിന്ന് നോക്കി പോകും. കാരണം നിറഞ്ഞ് കായ്ച്ച് നിൽക്കുന്ന തെങ്ങുകൾ. അത് ഒരു തെങ്ങല്ല, ഈ 10 തെങ്ങുണ്ട്, 10 നല്ല നിറഞ്ഞ് കായ്ക്കുന്നത്. അത് അതിൻ്റെ അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർ ആ വളങ്ങളൊക്കെ കൃത്യമായി കൊടുക്കും. പിന്നെ അതിന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ റിസൾട്ടും വരും. ഏതാ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? വളം എന്ന് പറഞ്ഞാൽ രാസവളം കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. 18 അല്ലെങ്കിൽ ഫാക്ടംബോസ് ഒക്കെ കൊടുക്കാം. ഒരു 3 കിലോ വലിയ തെങ്ങാകുമ്പോൾ, കായ്ക്കുന്ന വലിയ തെങ്ങാകുമ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് 1.5 കിലോ വീതം 2 കിലോ വീതം കൊടുത്താൽ മതി. പിന്നെ ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി. ഞങ്ങളിപ്പോൾ പശു തൊഴുത്തുന്ന ചാണകപ്പൊടി, ആട്ടും കാഷ്ടം ഒരു 2 കൊട്ട ആട്ടും കാഷ്ടം, 1 കിലോ എല്ലുപൊടി, ഒരു 1/2 കിലോ വേപ്പം മണ്ണാക്കി, ഇങ്ങനെ ജൈവവളങ്ങളൊക്കെ കൊടുത്താലും മതി. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ അങ്ങനെ എന്താണ് കൊടുക്കുമ്പോൾ കുറച്ച് വട്ടത്തിലെടുത്തിട്ട് അത് ചോട്ടിൽ കൊടുക്കാതെ കുറച്ച് ഒരു 1/2 മീറ്റർ ചുറ്റും ഇട്ട് കൊടുത്ത് മൂടി കൊടുത്താൽ മതി. പിന്നെ ഈ പച്ചിലകളൊക്കെ ശരിക്കും വെട്ടിയിടുക. വേനലാകുമ്പോൾ പിന്നെ വെള്ളം നന കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നനയും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. തെങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തെങ്ങുണ്ടെങ്കിൽ മതി. നല്ല കായ്ക്കുന്ന തെങ്ങുണ്ട് ഒരു വീട്ടിലേക്ക് മതി, ധാരാളം. ഇതിപ്പോൾ 1000 കാച്ചി എന്നുള്ള വെറൈറ്റിയാണ്. 1000 കാച്ചിൻ്റെ തൈയാണ് ഇപ്പോൾ കാണുന്ന ഈ തെങ്ങ്. ഇതാണെങ്കിൽ ശ്രീലങ്കൻ്റെ ഏറ്റവും വലിയ തേങ്ങയും ഇത് ഏറ്റവും ചെറിയ തേങ്ങയും. ഈ ശ്രീലങ്കൻ്റെ തേങ്ങ ഇപ്പം നമ്മൾ തൂക്കിയില്ല, 3,200 ഈ തൂക്കം വന്നത്. ഇപ്പം ഇതിപ്പോൾ ഞാൻ നോക്കാം, ഒന്ന് നമ്മൾ വെളിയിട്ടോ നോക്കാലോ. ഇപ്പം ഇതിൻ്റെ ഈ തേങ്ങന്റെ സൈസ് കണ്ടില്ലേ? ഒരു വ്യത്യാസം ഉണ്ടല്ലേ? ഇത് സൈസ് വലുതാണ്, ഇത് സൈസ് ചെറുതാണ്. ഇത് 1000 കാച്ചി. അതെ, ഇതൊക്കെ ഒരു വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഇത് മുന്തിരി കൊല പോലെ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതുണ്ട്, നല്ല കായ്ഫലം തരുന്ന തെങ്ങ് തന്നെ ഈ 1000 കാച്ചി. അതെ, അതിന്റെ ഇപ്പൊ ഇത് ശ്രീലങ്കൻ്റെതും കണ്ടില്ല, ഇതിന്റെ വലിപ്പം കണ്ടില്ലേ? ഇത് രണ്ടിനും തൊണ്ട് കുറവാണ്.
ഇതിന്റെ ചേരുണ്ടല്ലോ ഇതിന്റെ പുറന്തോട് പിന്നെ പുറന്തോട് നന്നേ കുറവാണ്. ഇതിപ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നത് അത്രയും വെയിറ്റ് ഉണ്ട്. ഇതാണെങ്കിൽ ഒരു കനവില്ല. അതിനകത്ത് ഇപ്പൊ ഒരു എത്രേ വരൂ? ഇതിപ്പോ ഏകദേശം 1 കിലോ ഉണ്ടാവില്ല. ഒരു കിലോ ഉണ്ടാവില്ല. 1 കിലോ ഉണ്ട്. ഇതാണെങ്കിൽ ഇപ്പൊ 3 അത് നമ്മൾ തൂക്കിയതാണ്. 3,200 ഉണ്ട്. 3,200. അപ്പൊ കായപ്പിടുത്തം വരുമ്പോ ഏറ്റവും ബെറ്റർ ഇതിൽ ഏതാണ്? രണ്ടും അങ്ങനെ നമ്മൾ ഒരു തെങ്ങും നമ്മൾ ഇവിടെ തള്ളിക്കളയാനുള്ള തെങ്ങ് നമ്മളെ കയ്യിലില്ല. അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അത് 100% പെർഫെക്റ്റ് ആണ്. റിസൾട്ട് ഇല്ല ആ സാധനം ഞാൻ കൊടുക്കുന്നില്ല. എന്നാൽ നമുക്ക് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു തൈ ഞാൻ എന്തുകൊണ്ട് അയച്ചു കൊടുക്കുന്നത്, നിങ്ങളെ വീട്ടുമുറ്റത്ത് അത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എനിക്ക് 100 തൈൻ്റെ ഓർഡർ എനിക്ക് വേറെ പിന്നാലെ എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുറച്ച് തൈ തന്നിട്ട് ഇവിടെ പിന്നെ ഞാൻ കളം വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പിന്നെ എപ്പോഴും ഉണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുമ്പിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പോൾ പിന്നെ ഒരു അടുത്ത വർഷം ഞങ്ങൾ പിന്നെ കേരളത്തിൻ്റെ ഇപ്പോൾ 14 ജില്ലയിൽ ഒരു 4-5 ജില്ലയിൽ ഞങ്ങൾ ഔട്ട്ലെറ്റ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 വർഷം കൂടി കഴിയുമ്പോൾ ഞങ്ങൾ 14 ജില്ലയിൽ ഞങ്ങളെ പിന്നെ ആവശ്യക്കാരുടെ വീടുകളിലേക്ക് വിളിച്ചിട്ട് 12 മണിക്കൂർ കൊണ്ട് നമ്മൾ പിന്നെ ഒരു ഓർഡർ ഇട്ടുകയാണെങ്കിൽ 12 മണിക്കൂറിൽ അവരെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള ഓരോ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.